ഇത് കൈ കൊടുത്തേ പ്രത്യേകം. അയ്യോ, പറഞ്ഞ സാധനങ്ങളിൽ എവിടെയോ കുടുങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ച് ദൈവമേ, ചിലർക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കണം, വീട്ടിൽ നിന്ന് വന്ന് പിള്ളേരുടെ ടെൻഷൻ വേറെ, പിള്ളേരെ ചൊല്ലിയുള്ള ടെൻഷൻ വേറെ, ഭർത്താവിനെ ചൊല്ലിയുള്ള ടെൻഷൻ വേറെ. കൈയുടെ മുട്ടിട്ടിരിക്കുന്ന ഭർത്താവുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, കാശ് എങ്ങനെയെങ്കിലും ആരെങ്കിലും കളിപ്പിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, കളിപ്പിക്കപ്പെട്ടു പോയതിൻ്റെ പേര് പറഞ്ഞ് കളിപ്പിച്ചതെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇല്ലേ? നമുക്കൊക്കെ ഉള്ള നിരന്തരമുള്ള പണിയുടെ കാര്യമാണ് പറയുന്നത്. സ്വത്രം ഇങ്ങനെ നാലാ വഴികളിലൂടെയുമുള്ള സമ്മർദ്ദങ്ങൾ. മനഃപൂർവ്വം ഒന്ന് കൈയടിച്ചേ. അതങ്ങ് കൈവെക്ക, ആ അടി വേണ്ട. മനഃപൂർവ്വം കൈയടിക്കുക, മനഃപൂർവ്വം കൈയടിക്കുക. യേശുവിന്റെ ചിലപ്പോൾ ആ മനഃപൂർവ്വം കൈ അടിക്കുമ്പോഴായിരിക്കും മനുഷ്യൻ അവന്റെ നേരെ കൈ കൊട്ടി അവനെ അവന്റെ സ്ഥലത്തു നിന്ന് തുരത്തി കളയും. മനഃപൂർവ്വം സാഹചര്യങ്ങൾ അനുവദിക്കത്തില്ല. എന്നാലും എനിക്ക് ദൈവത്തെ അല്ലാതെ വേറൊരാളെ കൂട്ടുപിടിക്കാൻ പറ്റുന്നില്ലാത്ത കൊണ്ട് എന്റെ സാഹചര്യങ്ങൾക്ക് അതീതമായി മനഃപൂർവ്വം. ആമേൻ. അങ്ങനെ ഞാൻ ഒരല്പം എന്തൊക്കെയോ ആണ്, സബ്ജക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്നൊരു വീട്ടിൽ അവിടെ നിന്നായിരുന്നു ഞാൻ. അത് റബ്ബറും തോട്ടമായിരുന്നു. റോഡ് സൈഡ്, വലിയൊരു മെയിൻ റോഡാണ്. അതിൻ്റെ സൈഡിലാണ് ഞങ്ങൾക്ക് മുറ്റം. ഈ ഒരു വീതിയേ ഉള്ളൂ മുറ്റം. അപ്പോൾ അതിൻ്റെ ഒരു മതിലിൻ്റെ സൈഡിൽ ആ റബ്ബർ തോട്ടത്തിൽ നേരത്തെ ഞാൻ കെട്ടുമുറുക്കി ശബരിമല പോകാൻ ഭയങ്കര ആർത്തിയോടെ ബഹളം വെച്ച് ചെണ്ടയൊക്കെ കൊട്ടിച്ച് പാട്ടുമൊക്കെ പാടിച്ചു പോകുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ വന്ന് താമസിക്കുന്ന ഒരു പെന്തിക്കോസുകാരാണ്. അപ്പോൾ അവർ വന്ന് താമസിക്കുമ്പം അസ്വസ്ഥത പൂണ്ടിട്ട് അവരുടെ മുറ്റത്ത് പോയിരുന്നുകൊണ്ട് അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അറിയാവുന്ന ചില പാട്ടുകളുണ്ട്. ഇപ്പോഴത്തെ തലമുറ അതൊന്നും പാടാറില്ല. പണ്ട് ഞങ്ങളൊക്കെ പാടുമായിരുന്നു. പെന്തിക്കോസ് ചേരണം, കപ്പമീനും തിന്നണം. അവരെ കാണുമ്പോൾ ഇതാ ഞങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞ് അവരെ കളിയാക്കി. കള്ളു കുടിച്ചിട്ട് ജീപ്പ് ജ്യേഷ്ഠൻ്റെ ഉണ്ട്, അതിൽ യാത്ര ചെയ്തിട്ട് യോഗം കഴിഞ്ഞ് വരുന്നവർ ഇന്നത്തെ പോലെ ഒന്നുമല്ല, മൊബൈലിൽ മാത്രമല്ല, ഇന്ന് ബൈബിളും മൊബൈലിലാണല്ലോ പലതും. ഒരു ബൈബിളും ഒക്കെ ആയിട്ട് പഴയ അമ്മച്ചിമാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ജീപ്പ് അങ്ങോട്ട് നിർത്തിയിട്ട് എന്നെ ചേട്ടനങ്ങോട്ട് തുറന്നു വിടും. ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ തവള ചാടുന്ന പോലെ ചാടി അവരുടെ മുമ്പിൽ ഈ പാട്ടുമൊക്കെ പാടിയിട്ട് രാത്രി 9:30 ഒരു നിർവൃതി അണഞ്ഞ് വീട്ടിൽ വരും. അന്ന് വരുന്ന വഴി ചേട്ടൻ്റെ വക ഒരു 60 ഒരു 90 ഒക്കെ ഇച്ചിരി സ്മോള് കിട്ടും. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു പാരമ്പര്യം. ആ വീട് ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ മുറ്റത്ത് നടക്കുന്ന കൺവെൻഷനിൽ എന്നെ അവർ പ്രത്യേകം സാക്ഷ്യം പറയാൻ വിളിച്ചിട്ടുണ്ട്. ദേശം മുഴുവൻ ഇളകി നിൽക്കുക. 2 വിധത്തിലാണ്. ഒന്ന്, എൻ്റെ കൈ വെട്ടണമെന്നും കാല് വെട്ടണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ, അവിടെ മുഴുവൻ വളഞ്ഞ് ഏത് സമയവും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്നവർ. മറുവശത്ത് പാസ്റ്ററല്ലാത്ത എന്നെ മീശ പഠിച്ചതിൻ്റെ ഒറ്റ പേര് പറഞ്ഞ് കുറേ സാധുക്കളായ സഹോദരിമാർ ചുമ്മാ പാസ്റ്ററെ വിളിച്ച് ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. നീ ഒരു പാസ്റ്റർ വന്നേക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററല്ല. പക്ഷേ എൻ്റെ മീശയില്ലായ്മ കണ്ട് സഹോദരിമാർ വാ തുറന്നാൽ പാസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ. അവൻ എന്നെ ഇവിടെ ചർച്ചിൽ എന്നെ കണ്ടാൽ മതി, പാസ്റ്റർ പ്രൈസ് ലോർഡ്. എനിക്കങ്ങ് ജാരിശം വരും. ഞാനിവിടെ പാസ്റ്ററായി, എനിക്കിങ്ങനെ പാസ്റ്ററാകാൻ പറ്റും. അവർ വിളിച്ച് ഞാനങ്ങ് പാസ്റ്ററായിപ്പോയി. സ്വന്തം അതുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്, റജി നാരായണൻ പാസ്റ്റർ. ആ പേര് പോലും എനിക്ക് അർഹതയില്ലാത്തതാണ്. കാരണം അച്ഛൻ്റെ പേര് പറയുന്നത് എൻ്റെ പേരിനോട് ചേർത്ത് ഭയങ്കര നാണക്കേടാ. നാരായണൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്ടക്കേട് പോലെ കൊണ്ട് നടന്നപ്പോഴാണ് സൗദിയിൽ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ 4 റജിമാരുണ്ടായിരുന്ന ഒരു കൊച്ചു കൂട്ടായ്മയിൽ ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റിട്ട് എന്നോട് യോഗം കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ ചോദിച്ചു, അങ്കിളിൻ്റെ ഫുൾ നെയിം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫുൾ നെയിം റജി MN. എന്ന് പറഞ്ഞു. അവസാനം അവൻ്റെ അപ്പൻ്റെ അടുക്ക ചെന്ന് കരഞ്ഞ് അപ്പനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇവൻ പറയുന്നത്
ഇവൻ്റെ പപ്പയായ എൻ്റെ പേര് അവൻ്റെ പേരിൻ്റെ അറ്റത്തുള്ളതുപോലെ പാസ്റ്ററിൻ്റെ പപ്പായുടെ പേരൂടെ ചേർത്ത് പറയാൻ ഞാനങ്ങ് ഭയങ്കര റജി എന്നൊക്കെ പേരിലിരിക്കുകയല്ലേ, റജി ബ്രദർ, റുചി ബ്രദർ, റുചി ബ്രദർ. അങ്ങനെ ഞാൻ അവനെ ശല്യം കാരണം വണ്ണമുള്ള ഒരു കൊച്ചു ഉണ്ടപ്പക്രു പയ്യൻ അവനെ പിടിച്ചടുപ്പിച്ചിട്ട് അവൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് ചെവി ഞാൻ പറഞ്ഞു നാരായണൻ പൊക്കോളം പറഞ്ഞു. സ്വന്തം ഇവനൊരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നനങ്കിൾ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി. അവിടെ മുതലാണ് ഇതെന്തുകൊണ്ടാ പറയുന്നത്, അങ്കിളുടെ പേരാ, അതെന്തോ അങ്കിളുടെ പേര്. അവരിങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഫാദറിൻ്റെ പേര് നാരായണൻ. ഓ, അങ്ങനെ റിജി ബ്രദറിൻ്റെ സ്ഥാനത്ത് റിജി നാരായണൻ ബ്രദർ എന്ന സ്പെഷ്യൽ പേര് അവിടെ മുതൽ വീണു. പക്ഷേ അതിൻ്റെ പിന്നിലും കർത്താവിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളറിയാത്ത പേരൊക്കെയല്ലേ കർത്താവ് നമുക്കിടുന്നത്. എപ്പോഴും ഞാൻ ഇന്നലെ രാത്രി എടുത്ത് പ്രസംഗിച്ചവൻ പറഞ്ഞു, നമുക്ക് നമ്മളെ ചേർത്ത് പിശാചിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അറിയാം. പിശാചിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മളുമായി കണക്റ്റഡ് ആയിട്ട് നമുക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ശത്രു ചെയ്ത കാര്യങ്ങൾ എപ്പോഴും മെമ്മറൈസ് ചെയ്ത കാര്യങ്ങളാണത്. ശത്രു അത് ചെയ്തു, ശത്രു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭയം, ശത്രു അത് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ. എന്നാൽ പലപ്പോഴും നമ്മളെ ചേർത്തുകൊണ്ട് ദൈവം ചെയ്തതും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവം ചെയ്യാനിരിക്കുന്നതും പലപ്പോഴും മൂടി വെക്കുന്നവരാണ് നമ്മൾ പലരും. ചെയ്തത് പലപ്പോഴും ഓർത്താൽ അറിയാതെ ചാടി കൈയടിച്ചു പോകും. അതുകൊണ്ട് ദൈവം ചെയ്തത് എപ്പോഴും പിശാച് ചെയ്തതിൻ്റെ അടിയിൽ മൂടി വെക്കാനാണ് സാത്താന് ഭയങ്കര ഇഷ്ടം. അത് മൂടി വെക്കരുത്. സാത്താൻ എന്തെല്ലാം ചെയ്താലും, ഞാൻ ചിലപ്പോൾ ചിന്തയിൽ ഇങ്ങനെ പറഞ്ഞു പോവും, കോല് കൊണ്ട് ഒന്ന് കുറയും 40 അടി പലവട്ടം അടിച്ചിട്ട് ശീലാസിനെയും പൗലോസിനെയും തൂണിൽ കെട്ടിയിട്ടങ്ങോട്ട് അടിച്ചപ്പോൾ അവരുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം മാറ്റി നിർത്തി പത്രോസിനെ അങ്ങോട്ട് കാരാഗ്രഹത്തിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി പബ്ലിക്കിൽ അവരെ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് അവരെയും ജയിലിനകത്ത് കയറ്റിയിടുമ്പോൾ ഇവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണെന്നറിയാമോ? നമുക്കാർക്കുമില്ലാത്ത, എന്നാൽ നമ്മുടെ മേലുണ്ട് എങ്കിലും നമ്മൾ തിരിച്ചറിയാത്ത ചില ഭയങ്കര പ്രത്യേകതകൾ അവരുടെ മേലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവരുടെ നിഴലിലോട്ട് ആരെങ്കിലും തൊട്ടാൽ അവൻ അറിയും ഇവൻ ആരാണെന്ന്. അത്ര ഭയങ്കര പവർ. അവരുടെ ഉറുമാലും കൊണ്ട് ഒരു രോഗിയുടെ അടുത്തോട്ട് എന്നാൽ അവൻ്റെ പ്രാണവായുവിൻ്റെ ഒരു അവൻ്റെ ശ്വാസം സഞ്ചരിക്കുന്ന ഒരു ലെയറുണ്ട് ഏത് മനുഷ്യനും. അവൻ്റെ ശ്വാസം സഞ്ചരിക്കുന്ന ആ ലെയറിലേക്കൊരു അഭിഷിക്തൻ്റെ ഈ പത്രോസിൻ്റെയൊക്കെ ഉറുമാൽ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴേ ഒരിക്കലും മാറത്തില്ലെന്നും കുടുംബം മുഴുവൻ വിറ്റാലേ ഈ ഓപ്പറേഷൻ നടക്കത്തുള്ളെന്നും നടന്നാൽ രക്ഷപ്പെടുമോ എന്ന് പോലും പറയാൻ പറ്റത്തില്ലെന്നും പറയുന്ന മാരക രോഗത്തിൻ്റെ കീട്ടാണുക്കൾ അലറി ഇറങ്ങി ഓടും. എവിടെ നിന്നാണോ വന്നത് അവിടേക്കത് തിരിച്ചു ചെല്ലും. അതുപോലത്തെ പവർ വഹിക്കുന്ന അഭിഷിക്തന്മാർ. ഓ ആമീൻ പറഞ്ഞോണേ. ആർക്കൊക്കെയോ തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെ ചില സാന്നിധ്യം ഇന്നും 2025 വ്യാപരിക്കുന്നുണ്ട്, നമ്മുടെ മേൽ കിടപ്പുണ്ട്. പക്ഷെ നമുക്കറിയത്തില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവരുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള പത്രോസും ഇങ്ങനെയുള്ള പൗലോസും ഇങ്ങനെയുള്ള ശീലാസുമൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ അവരറിയാതെ പാടിപ്പോയത് പൗലോസ് പാടിക്കാണ് ഇങ്ങനെ പാടിയതായിരിക്കും. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ അടിച്ചങ്ങോട്ടിട്ടിട്ട് എൻ്റെ റൂട്ട് തിരിച്ച ദൈവമേ, ആ ദൈവത്തിനാണോ ഈ ജയിലൊരു ജയിൽ? ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ കട്ടകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു കല്ലിൻ്റെ അടിയിലിരുന്ന മറ്റൊരു കല്ല് ഇളകാൻ തുടങ്ങി. ചിലതൊക്കെ നമ്മുടെ അകത്തങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിയാൽ നൂറ്റാണ്ടുകളായി സ്ഥാപിച്ച ഒരു ജയിൽ പുള്ളികൾക്കും പൊളിക്കാൻ കഴിയാത്ത അത്ര വൈദഗ്ധ്യത്തോടുകൂടി പണിത കല്ലുകൾ ഇളകാൻ തുടങ്ങും. ഒരു കൊല്ലൻ പണിത് സെറ്റാക്കി വെച്ച
നല്ല ഉരുക്ക് ജയിലിൻ്റെ കമ്പികളുണ്ടല്ലോ, ആ കമ്പികൾ വിറച്ച് കാണും. ഇതിനകത്ത് കിടക്കുന്ന പത്രോസ് അവൻ പറയാണ്, ഓ നാളെ രാവിലെ ഒരിടത്ത് പോയി പ്രസംഗിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണല്ലോ. അങ്ങനാണെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് എന്നെ ഇടാൻ പദ്ധതിയില്ലാതെ എൻ്റെ പ്രായമാകുന്ന സമയത്തും എന്നെക്കുറിച്ചുള്ള പദ്ധതികളെ എൻ്റെ ചെവിയിലിരുന്ന് എൻ്റെ ചെവിക്കകത്ത് സംസാരിച്ച കർത്താവിൻ്റെ പ്ലാനുകൾ. പിന്നെ പത്രോസ് ചിന്തിച്ചു കാണും, വെള്ളിയും പൊന്നുമൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ 40 വർഷം ഒരുത്തൻ്റെ ബ്ലഡിനകത്ത് കയറി ലോക്കിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ അവയവമെല്ലാം കൊണ്ട് ചുരുട്ടി 40 വർഷം ഒരു കൊട്ടയ്ക്കകത്തൊരു സാധനം വെച്ചിട്ട് പോകുന്നത് പോലെ ഒരു മനുഷ്യനെ 4 or 5 പേര് ചുമന്നുകൊണ്ട് ഇരുത്തി ബിസിനസ്സാക്കി വെച്ചിരിക്കുന്ന ഒരു ബന്ധിക്കപ്പെട്ട മനുഷ്യനെ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി 1 സെക്കൻഡിൽ നിന്ന് അടുത്ത സെക്കൻഡിലേക്ക് ചലിക്കുന്നതിനേക്കാൾ സ്പീഡിൽ അവൻ്റെ ബ്ലഡിൻ്റെ അകത്ത് കിടന്ന ബന്ധിക്കപ്പെട്ട കോശങ്ങളെ എല്ലാം കൂടെ മൈക്രോ സെക്കൻഡിൻ്റെ സ്പീഡിൽ ത്രസിപ്പിച്ച് 40 വർഷം ചുരുണ്ട് കിടന്നവൻ മൈക്രോ സെക്കൻഡിൽ തുള്ളിച്ചാടുന്ന ഓർമ്മ പത്രോസിന്റെ മനസ്സിലോട്ട് ഇങ്ങനെ മിന്നൽ പോലെ അടിക്കാൻ തുടങ്ങി. ആ ദൈവമാണല്ലോ എൻ്റെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ബന്ധനത്തിൻ്റെ ആയുസ് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നിന്നെ ഏതൊക്കെ മരണ താഴ്വരയിൽ നിന്ന് ദൈവം വിടുവിച്ചാണ് ഇന്ന് ഇതിനകത്ത് കൊണ്ടിരുത്തിയേക്കുന്നത് എന്ന് ഓർത്താൽ ഇപ്പോൾ വ്യാപരിക്കുന്ന പല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊടിപോകും. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്നലെ നടത്തിയതൊന്ന് ഓർത്തേ, ഇന്നലെ ഐസിൽ കയറാതെ നടത്തിയതോർത്തേ, ഇന്നലെ ജയിലിൽ കയറാതെ നടത്തിയതോർത്തേ, കഴിഞ്ഞ വർഷം നടത്തിയതോർത്തേ. യേശുവിന്റെ നാമത്തിൽ എന്തെല്ലാം മിറക്കിൾസ് കണ്ടവരാ നമ്മൾ, എന്തെല്ലാം അത്ഭുതം കണ്ടവരാ. അതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓർത്താൽ അറിയാതെ കൈയടിച്ചു പോവും, അറിയാതെ പാടിപ്പോവും, അറിയാതെ അന്യഭാഷ പറഞ്ഞു പോവും. ഓ പലർക്കും കിട്ടാത്ത അന്യഭാഷ നിനക്ക് മാത്രം തന്നത്, കൂട്ടത്തിൽ പലർക്കും കിട്ടാത്ത അഭിഷേകം നിനക്ക് തന്നത്. നിങ്ങളുടെ ബന്ധുക്കളിൽ പലരും ആക്സിഡന്റിൽ മരിച്ചപ്പോൾ, രോഗികളായി കയറിയിറങ്ങി ആശുപത്രികളിൽ അഭയം പ്രാപിച്ചപ്പോൾ ആ ലൈനിലേക്ക് കൊണ്ടുപോകാതെ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ച ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വെല്ലുവിളിക്കും ആയുസില്ല. ഓ ഇന്നത്തെ ബന്ധനത്തിനും ആയുസില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ജയിൽ ബ്രേക്കിംഗ്. ഓ യേശുവിന്റെ നാമത്തിൽ പലരുടെ ജയിൽ പൊളിഞ്ഞുപോട്ടെ, പലരുടെയും ആത്മമണ്ഡലത്തെ ഇംപ്രീസൺ ചെയ്ത സാഹചര്യങ്ങൾ പൊളിഞ്ഞുപോട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരെൻ്റെ പേര് വിളിക്കാൻ തുടങ്ങുകയാണ്. അവിടെ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പെട്ടെന്ന് എൻ്റെ മൂത്ത മകൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി. കൊച്ചു കുഞ്ഞാ. അവൾ ആ ഫ്രണ്ടിൽ നിന്നും 2002 ഒടുവിലാണെന്ന് തോന്നുന്നു, 2002 ഒടുവിൽ ഡിസംബർ മാസം കൊണ്ട്. ഞാൻ ഒക്ടോബറിലാണ് നാട്ടിലെത്തുന്നത്. ഇത് ഒക്ടോബറല്ലേ? ഓക്കെ. ഞാൻ ഇതുപോലൊരു ഒക്ടോബർ മാസമാണ് ഈ ബൈബിൾ തിരുവനന്തപുരത്തു നിന്ന്. ഏത് കടയാന്ന് പോലും എനിക്കറിയത്തില്ല. രാവിലെ 7 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പെട്ടിയും പെട്ടിയും സാധനമെല്ലാം വലിച്ചു കയറ്റി, വലിയ പെട്ടിയും ഒക്കെയാണ്. ഞാൻ പറഞ്ഞൊരു ബൈബിൾ കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്താമോ? ഇപ്പോൾ കടയും തുറക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കടയുടെ മുമ്പിൽ നിർത്തിയാൽ മതി. ഡ്യൂട്ടി ഫ്രീ നിന്ന് കള്ളുമൊക്കെയാണ് വാങ്ങിച്ച് എല്ലാ അവധിക്കും അടിച്ചു പൊളിച്ച് വരുന്ന ഞാൻ എനിക്കൊന്ന് ബേക്കർ ജംഗ്ഷൻ്റെ ആ ഏരിയയിൽ എവിടെയാണ് ബേക്കറിയാണ്. അവിടെ കൊണ്ട് ഒരു ബൈബിൾ കടയുടെ മുമ്പിൽ നിർത്തിയിട്ട് കടക്കാരൻ പോയി. 7:30 മുതൽ 10:30 മണി വരെ ആ പെട്ടിപ്പുറത്ത് ഇങ്ങനെയായിരുന്നു. ലഹരി പിടിപ്പിക്കുന്ന കള്ളു കുടിക്കാൻ വേണ്ടി മദ്യഷാപ്പുകളിലെ മുന്തിയിനം കള്ളുകുപ്പിക്കട മുമ്പിൽ പോയി നിന്ന് കള്ളും വാങ്ങിച്ച് വീട്ടിൽ പോകുന്ന ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആത്മാവിനെ ലഹരി പിടിപ്പിക്കുന്ന ഈ പുസ്തകത്തിന് വേണ്ടി ആ കട തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. 10:30 മണിയായപ്പോൾ ആ കട തുറന്നു.
എന്നെ കണ്ടപ്പോൾ ഒരു വിചിത്ര ജീവിയെ പോലെ കടക്കാരൻ നോക്കി. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ബൈബിള് വേണം. എവിടുന്ന് വരിക? ഞാൻ ഗൾഫിൽ നിന്ന് വരിക. എപ്പോൾ വന്നതാ? 7:30 മുതൽ 10:30 മണി വരെ ബൈബിള് വായിക്കും. വിചിത്ര ജീവിയെ പോലെ എന്നെ നോക്കി. ഇങ്ങനെ ബൈബിള് വായിക്കാൻ നിൽക്കുന്നവനോ അതങ്ങോട്ട് വാങ്ങിച്ച് തലങ്ങും വിലങ്ങും ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ആമേൻ. പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് പെട്ടിയൊന്ന് കെട്ടിയൊക്കെ പിടിച്ചിട്ട് അടുത്ത ടാക്സി വിളിപ്പിച്ച് നേരെ വീണ്ടും തമ്പാനൂർ വന്ന് ബസ് കയറി അതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ പെട്ടിയെടുത്ത് വലിച്ചു വെച്ചിട്ട് ഫ്രണ്ടിലെ സീറ്റേ കയറി ഇരുന്നിട്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. പതുക്കെ വണ്ടി എടുക്കുമ്പോൾ ഡ്രൈവർ ഓർത്ത് മാനസിക രോഗിയായതുകൊണ്ട് ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടതായിരിക്കും. അതുപോലെ അവർക്ക് തോന്നി. അന്യഭാഷ പറഞ്ഞ് സ്വയം ആടുക, ശാസിക്കുക. അവർക്കറിയത്തില്ലല്ലോ ഞാൻ ശാസിക്കുന്നത് എന്തിനാണെന്നറിയത്തില്ലല്ലോ. ഡ്രൈവറും കണ്ടക്ടറും അടക്കം സംസാരിച്ചു. അവസാനം ആൾ കുറഞ്ഞ ബസ്സിനകത്ത് അവരെന്നെ തന്നെ ക്ലോസിലി വാച്ച് ചെയ്തു. പത്തനംതിട്ട ചെന്നിട്ട് അവിടുന്ന് അടുത്ത ടാക്സി വിളിച്ച് വീടിനകത്ത് കാശ് ലാഭിക്കാനായിട്ട് ബസ്സിൽ കയറിയത്. കാരണം പൈസ ദുർവിനിയോഗം ചെയ്യല്ലെന്ന് അകത്ത് കയറിയ സിസ്റ്റം. അങ്ങനെ തന്നെ സ്വത്രം. അവിടുന്ന് അവസാനം അടുത്ത കാറ് വിളിച്ച് വീട്ടിലെത്തി. വീട് നിറച്ച ആൾക്കാരെന്നെ കാത്തിരിക്കുക. അവർക്കറിയാം ഞാൻ ചെല്ലുമെന്നറിയാം. പക്ഷേ എന്നെ സ്വീകരിക്കാനൊന്നും ആരും വന്നില്ല. ചേട്ടന് കൈ വെട്ടണം, അനിയന് കാല് വെട്ടണം, ഇരട്ടയ്ക്കും ട്വിൻസ് ഞങ്ങൾ. ഭാര്യയ്ക്ക് ബന്ധം വഴിയണം, അമ്മയ്ക്ക് 2 എണ്ണം എനിക്ക് തരണം. പക്ഷേ അമ്മ കിടപ്പിലാണ്, കട്ടിലിൽ ബെഡഡായിപ്പോയി. സഹോദരന്മാർക്ക് ഒത്തിരി പലർക്കും പലതും ചെയ്യണം. നാട്ടുകാർ പറഞ്ഞ് തല്ലിക്കൊല്ലണം, സംഘക്കാർ പറഞ്ഞു ഇടിച്ച് ചതയ്ക്കണം അവനെ. അങ്ങനെ പലരും വീടിനകത്ത്. അപ്പൻ മാത്രം ഒന്നും പറയാതെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് 97-8 വയസ്സുണ്ട്. അദ്ദേഹം മാത്രം ഒന്നും പറയുന്നില്ല. നാട്ടുകാർ മൊത്തം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. പല വണ്ടികൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിലൊക്കെ കിടപ്പുണ്ട്. ഓട്ടോറിക്ഷയും ജീപ്പുമൊക്കെ. ആയുധങ്ങൾ പലതുമുണ്ട് വണ്ടിയിൽ. എന്തോ സംഭവിക്കാൻ പോകുന്നു. കിളിമാനൂർ ഹൂപ്പറിൻ്റെ കൈ വെട്ടിയതുപോലെ കൈപ്പത്തി വെട്ടണമെന്ന് പറഞ്ഞ് മറ്റൊരു സംഘടന അവിടെ നിൽക്കുന്നു. മൊത്തത്തിൽ ഭയങ്കര സ്വീകരണം. അതിൻ്റെ നടുവിൽ പെട്ടിയെല്ലാം വലിച്ച് താഴെ വെച്ചിട്ട് ഒരു പെട്ടി കാറെ തന്നെ വെച്ചു. കാരണം അയാൾ എന്നെ ഇട്ടിട്ട് ഓടരുത്. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇപ്പം അകത്ത് കയറിയിട്ട് ഞാൻ വരാം, ഇതിലും വലിയൊരു ഓട്ടം കിട്ടും. കായംകുളത്തേക്ക് പോകാൻ ഒരു കൂട്ടുകാരനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തേക്ക് ഇറക്കി വിടുവാണെങ്കിൽ പോകാനായിട്ട്. അയാൾ ഇങ്ങനെ നോക്കി, ഇതെന്തൊരു സ്വീകരണമാണ്. അയാൾക്കൊന്നും പിടികിട്ടുന്നില്ല. ഗൾഫിൽ നിന്ന് വന്നവനെ കൊട്ടേഷൻ സംഘം വളഞ്ഞു നിൽക്കുന്ന പോലെ ഒരു കൂട്ടം ആൾക്കാർ വളഞ്ഞു നിൽക്കുന്നു. ബ്രീഫ് കേസ് എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ആ വീടിൻ്റെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എൻ്റെ തലയിൽ കൈവച്ചൊരു പ്രവാചകൻ, ഒരു ദേവദാസൻ പറഞ്ഞ ദൂത് ഒരു മിന്നൽ പോലെ എൻ്റെ അകത്തേക്ക് പാഞ്ഞു വന്നു. ശബ്ദം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫിലിപ്പീനയുടെ കൈസരിയ എന്ന സ്ഥലത്ത് ഹെർമോനിയ മലനിരകളുടെ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലെ ഒരു ഗുഹയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു കർത്താവ് ആ ഗുഹയെ വിരൽ ചൂണ്ടി അതിനകത്തു നിന്നും പുറത്തു വരുന്ന അധാർമികമായ വല്ലാത്ത ഇരുളിൻ്റെ പ്രവൃത്തികളിൽ അറപ്പ് തോന്നുന്ന വിധത്തിൽ ഒരു യഹൂദ ഭക്തനും അടക്കാൻ മനസ്സ് വെക്കാത്ത ആ സ്ഥലത്ത് തൻ്റെ 12 ശിഷ്യന്മാരുമായി ഭക്തന്മാരിലെ ശ്രേഷ്ഠ ഭക്തനായ കർത്താവ് ഒരു 50ഓളം കിലോമീറ്റർ കഫർനഹൂമിൽ നിന്ന് യാത്ര ചെയ്ത് ആ ഗുഹയുടെ മുമ്പിൽ കൊണ്ടവരെ നിർത്തി. എന്നിട്ട് ആ ഗുഹയുടെ മുമ്പിൽ വെച്ച് ഒരു വലിയ പ്രൊജക്റ്റ് അങ്ങോട്ട് തുറന്നു. പറ ജനം എന്നെക്കുറിച്ച് എന്തുവാ പറയുന്നത്? അവിടെ വെച്ച് തുറന്നു വിട്ട ആ ഗുഹയെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞില്ല, ഇതിനകത്ത് നൂറ്റാണ്ടുകളായി വ്യാപരിക്കുന്ന പാതാളത്തിൻ്റെ ശക്തികൾ ഇരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുന്ന ആ പാതാളത്തിൻ്റെ ശക്തികളെ വിരൽ ചൂണ്ടി യേശു തൻ്റെ ഒന്നുമറിയാത്ത നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പോലും കിട്ടിയിട്ടില്ലാത്ത 12 എണ്ണത്തിനെ അങ്ങോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ജയിക്കാൻ പോകുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്വത്രം പറഞ്ഞോണേ. വർഷങ്ങളായി ജയപേര് മുഴക്കിക്കൊണ്ടിരുന്ന, ദൂതുപോലെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോണം, ജയപേരി മുഴക്കിക്കൊണ്ടിരുന്ന ചില വല്ലാത്ത ശബ്ദങ്ങൾ ഇനി മുതൽ നിങ്ങൾ കേൾക്കത്തില്ല. ഇവിടെ മുതൽ ഒരു താക്കോൽ ദാനം സംഭവിക്കാൻ പോവുകയാണ്. ചിലതിനെ ചിലര് കയറി അടയ്ക്കും, ചിലതിനെ ചിലര് കയറി തുറക്കും, ചിലതിനെ ചിലര് കയറി വെട്ടും.
യേശുവിന്റെ നാമത്തിൽ ആ 12 ആൾക്കാരെക്കാൾ അധികം ആൾക്കാരിരിക്കുന്ന ഈ ചെറിയ ഹോളിനകത്ത് അവൻ ഇതിനകത്തും ചിലര് വെട്ടാനായി വന്നവരുണ്ട്, ഇതിനകത്തും ചിലര് കെട്ടാൻ വന്നവരുണ്ട്, ഇതിനകത്തും ചിലര് അഴിക്കാൻ വന്നവരുണ്ട്. ആ 12 പേർക്കും അറിയാത്ത ഒന്ന് ദൈവം അവർക്ക് തുറന്നു കൊടുത്തെങ്കിൽ ഇതിനകത്തും നമുക്കും അറിയാത്ത ചിലത് ദൈവം ഇന്ന് പകൽ തുറന്നു തരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പലരെ ഒതുക്കി എന്ന് പറയുന്ന ആ പാതാളത്തിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്നെ ഒതുക്കാൻ പിശാച് പാടുപെടും, നിന്നെ ഒതുക്കാൻ പിശാച് പാടുപെടും. തിരുവനന്തപുരത്തെ പിശാച് പാടുപെടും, കേരളത്തിലെ പിശാച് പാടുപെടും. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒതുക്കാൻ ഈ രാജ്യത്തെ ജയിലുകൾ പാടുപെടും, ഭരണാധികൾ പാടുപെടും. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില തടസ്സങ്ങളുടെ മുമ്പിൽ തന്നെ നിന്നെ ദൈവത്തിന് അന്നോ തിരിക്കാൻ പോവാ. ചില തടസ്സങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നെ ദൈവാത്മാവ് ചിലതിന് മറുപടി കൊടുക്കട്ടെ. ഈ ശബ്ദവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭയത്തോടെ പേടിച്ച് ഈ ബൈബിൾ ഇരിക്കുന്ന പെട്ടിയുമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് കാലുകുത്തിയപ്പോൾ അന്തരീക്ഷത്തെ വായുകണങ്ങൾ സ്ഫോടനാത്മകമായി പൊട്ടിപ്പോയി. നമുക്കറിയത്തില്ല. ഞാൻ പറയും, ചിലരുടെ അന്തരീക്ഷം ബ്രേക്കാകും. ഹലോ, ചിലരുടെ അന്തരീക്ഷം ബ്രേക്കാവും. നിന്നെ കൊല്ലും. ഒരു മരണ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത സാഡ് സ്പിരിറ്റ്, തീരാത്ത നഷ്ടമെന്ന് അമ്മയും അപ്പനും കൂടപ്പിറപ്പുകളും പറയുന്ന ഒരു വലിയ അന്തരീക്ഷം. പക്ഷേ പത്രോസ് തബീത്തയുടെ വീട്ടിലോട്ട് കാലുകുത്തിയപ്പോൾ അന്തരീക്ഷത്തിലെ വായുകണങ്ങളുടെ സ്വഭാവം മാറിപ്പോയി. ചിന്തകൾക്കകത്ത് മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ചിലരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ചിലരുടെ കണ്ണിനകത്തെ കണ്ണുനീര്, കണ്ണുകൾ വികസിച്ചിട്ട് ആശ്ചര്യമായി നിലച്ചുപോയി. കണ്ണുനീരിനൊഴുകാൻ പറ്റുന്നില്ല. ചിലരറിയാതെ കൈകൾ ഉയർത്തിപ്പോയി. ചിലരുടെ കാലുകൾ ചലിച്ചുപോയി. ചിലർ ഭയന്ന് കണ്ണുകൾ വികസിച്ചു പോയി. കാരണം അവിടുത്തെ അന്തരീക്ഷം അട്ടിമറിക്കുന്ന ഒരഭിഷേകത്തിന്റെ ശക്തി വഹിച്ച ഒരഭിഷിക്തൻ. ഞാനൊരു ദൂത് പറയാം. ഇന്ന് പകൽ ചിലരുടെ വീടിനകത്തെ വല്ലാത്ത സാഹചര്യങ്ങള് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അഭിഷേകം നിങ്ങളുടെ മേലോട്ട് ദൈവം തുറന്നു വിട്ടിട്ട് അന്തരീക്ഷത്തെ ദൈവം മാറ്റിമറിക്കട്ടെ. വ്യാകുലങ്ങൾ, സമ്മർദ്ദങ്ങൾ, നിരാശകൾ, നഷ്ടം, വേദനകൾ, വേറൊരാൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത വ്യക്തിപരമായ ചില വൂണ്ടുകൾ, വ്യക്തിപരമായ ചില നിന്ദകൾ, വ്യക്തിപരമായ ചില ദുഃഖങ്ങൾ, അതിനെ യേശുവിന്റെ നാമത്തിൽ ആ അന്തരീക്ഷത്തെ ദൈവം ബ്രേക്ക് ചെയ്യട്ടെ. ഫ്രീ ആയിക്കോണം. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം ദൈവം ബ്രേക്ക് ചെയ്യും. കള്ളുകുപ്പിയും കൊണ്ട് കേറി വരുന്നവനെ സ്വീകരിച്ച വീടിനകത്ത് ബൈബിളും കൊണ്ട് കേറി വന്നവനെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ വീടിന്റെ അന്തരീക്ഷത്തെ എന്റെ യേശു പറഞ്ഞു, വെട്ടുക ഞാൻ. ആ വീടിന്റെ അന്തരീക്ഷത്തെ ഞാൻ മാറ്റിമറിക്കും യേശുവിന്റെ നാമത്തിൽ. വിരലിലെണ്ണാവുന്ന മിനിറ്റുകൾക്കകം ആക്രോശിക്കാൻ വായും തുറന്നുകൊണ്ട് നിന്ന് സഹോദരങ്ങളുടെ വായ ദൈവം അടച്ചു കളഞ്ഞു. പെട്ടെന്ന് ബൈബിളിൽ നിന്നും ദാനിയേലിന്റെ ദൈവം ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നി. അവൻ സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം പറഞ്ഞോണേ. നിന്നെ വിഴുങ്ങുമെന്ന് പറയുന്ന, നിന്നെ വല്ലാതെ ഇപ്പോൾ വേട്ടയാടുന്ന ആ പ്രശ്നമുണ്ടല്ലോ, അതിന്റെ വായടയ്ക്കാൻ സ്വീകരിച്ചോ, ദൂത് സ്വീകരിച്ചോ. അതിന്റെ വായടയ്ക്കാൻ നിന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചില സിംഹങ്ങളുടെ വായടഞ്ഞു പോടാ.
നിനക്ക് കടിച്ചു കീറാനുള്ളതല്ല ഞങ്ങളുടെ ശരീരം. പോ പോ പോ. നിനക്ക് വിഴുങ്ങാനുള്ളതല്ല ഞങ്ങളുടെ സന്തോഷം. അന്തരീക്ഷം മാറും. ഇവനെ അന്തരീക്ഷം മാറും. ഓനെ അന്തരീക്ഷം മാറും. പറ, അന്തരീക്ഷം മാറും. പറ 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 പറ. പിശാച് കേൾക്ക. പറ, സാത്താനെ നീ സെറ്റ് ചെയ്ത അന്തരീക്ഷം ദൈവം പൊട്ടിക്കുമെന്ന് പറ. നീ സെറ്റ് ചെയ്ത സാഹചര്യം എന്റെ യേശു പൊളിക്കുമെന്ന് പറ. ദുഷ്ട പിശാചേ, നീ സെറ്റ് ചെയ്തതിനെ പൊളിക്കാനാണ് യേശു വന്നത്. കുറച്ചേരം അന്യഭാഷ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ചിലരുടെ വായിലെ ശ്വാസം, ചിലരുടെ വായിലെ ശ്വാസം അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്യും. പത്രോസിന്റെ വായിലെ ശ്വാസം മരണ വീടിന്റെ അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്തെങ്കിൽ, അഭിഷേകമുള്ള നിന്റെ ശ്വാസം അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്യും. ഓ, പതുക്കെ പെയ്യുന്ന മഴയും മേഘസ്ഫോടനവും രണ്ടാണ്. ഇത് ചാറ്റൽ മഴയുടെ കാലമല്ല. ഇത് പർവ്വതങ്ങളെ ഇളക്കി പാറകളെ ഉരുട്ടിക്കളയുന്ന മേഘസ്ഫോടനം പോലെ ചിലർ അഭിഷേകം പൊട്ടിത്തെറിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ, ചിലരുടെ അന്യഭാഷകൾ ചാറ്റൽ മഴ പോലെ വന്ന അന്യഭാഷയെ ഇന്ന് പകൽ നീ മേഘസ്ഫോടനം പോലെ ഒന്ന് തുറന്നുവിട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മേഘസ്ഫോടനത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? മതി, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. മേഘസ്ഫോടനത്തിന്റെ പ്രത്യേകത അറിയാമോ? ടപ്പേനങ്ങിടുക. അവൻ പെയ്യാൻ വേണ്ടി ശ്രമിക്കത്തൊന്നുമില്ല. അവൻ വാരി എന്താ ബക്കറ്റിലെ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ. ഒരുപക്ഷെ ഇന്ന് ചിലരുടെ അഭിഷേകം അങ്ങനെയൊക്കെ ഒന്ന് ചാടി വന്നാൽ ഏത് ഇളകാത്ത പാറ ഇളകും. ഞാൻ വലിയ പാറയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ മല അതിനെ തള്ളി അങ്ങ് കളയും. അവനങ്ങ് ചൂരൽ മലയിൽ വയനാട്ടിൽ ഉരുള് പൊട്ടിയപ്പോൾ ലോകത്താരും കാണാത്ത പാറകൾ ആ പർവ്വതങ്ങൾക്കകത്തുനിന്ന് ഇളകി 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 അവരുടെ സ്ഥലം തെറ്റി താഴ്വാരത്തിൽ വന്ന് കിടന്നു. നീ പാറയായിരിക്കും. നീ